തെരഞ്ഞെടുപ്പ് കാലം എങ്ങും തെരഞ്ഞെടുപ്പ് ചൂട്. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകരണമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയത്. കൽപ്പറ്റയിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. പ്രിയങ്ക ഗാന്ധി, ഒപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളോടൊപ്പം തുറന്ന വാഹനത്തിലാണ് രാഹുൽ ഗാന്ധി പത്രികാ സമർപ്പണത്തിനായി എത്തിയത്. വയനാട്ടിലെ ജനങ്ങളുടെ പോരാട്ടത്തിൽ മുന്നിലുണ്ടാകും എന്നാണ് രാഹുൽ ഗാന്ധി പ്രവർത്തകരോട് പ്രതികരിച്ചത്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം അവിടെയുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. 3 സെറ്റ് പത്രികയാണ് നൽകിയിരിക്കുന്നത്. ദീപക് ധർമ്മടം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക് ധർമ്മടം, പത്രികാ സമർപ്പണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന വയനാട് മണ്ഡലം, അവിടെ പ്രവർത്തകർ രാഹുലിൻ്റെ വരവോടുകൂടി വലിയ ആവേശത്തിലാകുന്നു. നേരത്തെ തന്നെ ആ റോഡ് ഷോയിൽ കണ്ട കോൺഗ്രസ് പ്രവർത്തകരുടെ പങ്കാളിത്തം കോൺഗ്രസിൻ്റെ പ്രചാരണത്തിന് ആത്മവിശ്വാസവും വീറും കൂട്ടുന്നുണ്ട്. പത്രികാ സമർപ്പണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് തോന്നുന്നു, അല്ലേ ദീപക് ധർമ്മടം? തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്നത് പത്രികാ സമർപ്പണത്തിന്റെ നടപടിയാണ്. 3 സെറ്റ് പത്രിക നൽകുമ്പോൾ 3 പ്രാവശ്യം പത്രിക നൽകണം. അതിൽ ആദ്യ സെറ്റ് പത്രിക നൽകിക്കഴിഞ്ഞു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. വലിയ ആവേശത്തോടു കൂടിയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ വരവേറ്റത്. അത് എലിപ്പാഡിൽ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞുള്ള റോഡ് ഷോ, വയനാട് കൽപ്പറ്റ നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് പ്രവർത്തകർ ആകെ എത്തിക്കൊണ്ട് ആവേശം വിതറിയുള്ള ഒരു റോഡ് ഷോ ആയിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി ആണെങ്കിൽ പക്വതയോടെ മറ്റ് കടന്നാക്രമണ രാഷ്ട്രീയ പ്രസംഗമില്ലാതെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. അത് KC വേണുഗോപാൽ പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം അത് കഴിഞ്ഞ് റോഡ് ഷോവിന്റെ ക്ഷീണം മാറ്റി നേരെ കളക്ടറേറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. കളക്ടറേറ്റിൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണം ഉള്ളതുകൊണ്ട് ഇപ്പോൾ പത്രികാ സമർപ്പണത്തിന്റെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയങ്ക ഗാന്ധി, ഒപ്പം KC വേണുഗോപാൽ, ഇവർ രണ്ടുപേരുമാണ് അരികിൽ ഉള്ളത്. മറ്റ് നേതാക്കളെല്ലാം തന്നെ പുറത്ത് കളക്ടറേറ്റിലെ തൊട്ടുപുറത്തുള്ള മുറിയിൽ തന്നെ ഇരിക്കുന്നുമുണ്ട്. ഏതായാലും വലിയ ആവേശം ഇളക്കി വിട്ടുകൊണ്ടുള്ള, നമ്മൾ കഴിഞ്ഞ 5 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുമ്പോൾ നമ്മൾ കണ്ടതായിരുന്നു. ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വലിയ ആവേശത്തോടെ വയനാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചു. ഏതാണ്ട് അതേ ആവേശവും കൗതുകവും തന്നെയാണ് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ കളക്ടറേറ്റിലെ ജീവനക്കാർ കൂട്ടമായി ആ കളക്ടറേറ്റ് അങ്കണത്തിൽ ഇറങ്ങി നിന്ന് കാത്തു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. റോഡിലാണെങ്കിൽ വലിയ രീതിയിൽ പ്രവർത്തകർ, അതിൽ സ്ത്രീകളുണ്ട്. നമ്മൾ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അവരും പറഞ്ഞത് വലിയ ഭൂരിപക്ഷത്തോടെ രാഹുൽ ഗാന്ധി ജയിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആവേശം ഇളക്കിവിടാൻ സാധിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഒരുപക്ഷെ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന മണ്ഡലം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. ആ സാന്നിധ്യം കൊണ്ട് ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു മണ്ഡലം. ആ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ UDF പരമാവധി ആവേശം ഇളക്കിവിടാൻ ശ്രമിച്ചു. അതിൽ അവർ ആദ്യ ലാപ്പിൽ വിജയിച്ചു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കളക്ടറേറ്റിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അതിൻ്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ സെറ്റ് പത്രിക കൈമാറിയിട്ടുണ്ട്. 3 സെറ്റ് പത്രികയാണ് സമർപ്പിക്കാൻ പോകുന്നത്. ഏറ്റവും ശ്രദ്ധേയം, വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകരണം കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അത് വലിയ ആവേശം UDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വയനാട്ടിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം അതുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ തവണ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം മുഴുവൻ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇത്തവണ അത് ഏതു തരത്തിലാവും എന്നുള്ളതൊക്കെ ശ്രദ്ധേയമായ ചോദ്യങ്ങളാകുന്നു. എന്തായാലും കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ ആവേശമായി അത് മാറുന്നു. കൽപ്പറ്റയിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോ, അതിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യവും രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണത്തിലുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ കളക്ടറേറ്റിൽ പത്രികാ സമർപ്പണത്തിൻ്റെ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും തുറന്ന വാഹനത്തിൽ രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജ ഇന്ന് പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് BJP. K സുരേന്ദ്രൻ നാളെയാണ് പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. നാളെയാണ് പത്രികാ സമർപ്പണത്തിൻ്റെ അവസാന തീയതി. ആ ദിവസമാണ് K സുരേന്ദ്രൻ പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയും ആനി രാജയും പത്രിക സമർപ്പിച്ചിരിക്കുന്നു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, വലിയ ആവേശം കോൺഗ്രസ് പ്രവർത്തകർക്ക്. ഈ റോഡ് ഷോ, അതിനുശേഷമുള്ള രാഹുലിൻ്റെ പ്രതികരണം, അതൊക്കെ എങ്ങനെയായിരുന്നു സുർജിത്ത്? നിലവിലിപ്പോൾ രാഹുൽ ഗാന്ധി കളക്ടറേറ്റിൽ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. 3 സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത്. അദ്ദേഹത്തോടൊപ്പം സഹോദരി പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ സംഘടന ജനറൽ സെക്രട്ടറി, ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള അബ്ബാസ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളാണ്
ഇവിടെയുള്ളത്. അവരാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. എന്തായാലും പത്രികാ സമർപ്പണം പൂർത്തിയായി. അതിന്റെ പ്രാഥമിക പരിശോധന ഇപ്പോൾ നടന്നു വരികയാണ്. സൂക്ഷ്മ പരിശോധന പിന്നീടാണ്. എന്തായാലും പ്രാഥമിക പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ വലിയ രീതിയിലുള്ള പങ്കാളിത്തത്തോടുകൂടിയുള്ള വൻ റോഡ് ഷോ ആണ് ഇവിടെ നടന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കൽപ്പറ്റയിൽ നേരത്തെ എങ്ങനെയൊക്കെയാണോ രാഹുൽ ഗാന്ധി എത്താറുള്ളത് അതിന് സമാനമായ സ്ഥിതി തന്നെയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ 10:30 അദ്ദേഹം കൽപ്പറ്റ നഗരത്തിലേക്ക് എത്തിയത്. ആ മഹാറാലി ഇവിടേക്ക് എത്തുമ്പോൾ കളക്ടറേറ്റിലേക്ക് എത്തുന്ന സമയം എന്ന് പറയുന്നത് എടുത്തത് 1.5 മണിക്കൂറോളം സമയമെടുത്തുകൊണ്ടാണ് ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രമാത്രം വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഈ റാലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഈ വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് 7 നിയോജക മണ്ഡലങ്ങൾ. അതിൽ 3 മണ്ഡലങ്ങൾ വയനാട്ടിലാണ്. വയനാട്ടിലെ പ്രവർത്തകർ മാത്രമല്ല, വയനാട് കൽപ്പറ്റയിലെയും മാനന്തവാടിയിലെയും ബത്തേരിയിലെയും പ്രവർത്തകർ മാത്രമല്ല, ചുരമിറങ്ങിയാൽ മറ്റ് മണ്ഡലങ്ങളാണ്. വയനാട് മണ്ഡലത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മറ്റ് നിയോജക മണ്ഡലങ്ങൾ ചുരമിറങ്ങണം. തിരുവമ്പാടി മണ്ഡലം, അതോടൊപ്പം തന്നെ നാടുകാടി ചുരമിറങ്ങുമ്പോൾ നിലമ്പൂർ, അതിനുശേഷം വണ്ടൂർ, അതിനുശേഷം ഏറനാട്, അത്തരത്തിൽ ഉള്ള മണ്ഡലങ്ങളിൽ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം അവിടെ നിന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവരുടെ പങ്കാളിത്തം എല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ആയിരക്കണക്കിന് ആളുകൾ അത് അടങ്ങുയാതെ ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സ്ഥിതിയാണ്. ശരി, സുർജിത്ത് ഇപ്പത്തെ വിവരങ്ങൾ നൽകുകയായിരുന്നു. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകരണം കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കുന്നു. ഇപ്പോൾ കളക്ട്രേറ്റിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൻ്റെ നടപടിക്രമങ്ങൾ അവിടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. 3 സെറ്റ് പത്രികയാണ്. അതിൻ്റെ പ്രാഥമിക പരിശോധനയടക്കം ഇപ്പോൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സൂക്ഷ്മ പരിശോധന പിന്നീടാണ്. എന്തായാലും വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അത് സംസ്ഥാനത്തുടനീളം വലിയ പ്രചോദനമായി വലിയ ഊർജ്ജമായി മാറും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എന്ന് കണക്കുകൂട്ടുന്നുണ്ട് UDF നേതൃത്വം. മറുവശത്താണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ദേശീയ മുഖമായ ആനി രാജയെയാണ് LDF കളത്തിലിറക്കുന്നത്. ആനി രാജ ഇന്ന് അല്പസമയം മുമ്പ് പത്രിക സമർപ്പിച്ചിരുന്നു. കെ സുരേന്ദ്രനാണ് NDA സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധിയെ നേരിടാൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ കളത്തിലിറക്കുന്നു BJP. നാളെയാണ് കെ സുരേന്ദ്രൻ പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. അപ്പോഴും അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാവുമോ എന്നുള്ള ചോദ്യവും ശ്രദ്ധയോടുകൂടി ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന സമയമാണ്. അവിടെ സീറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടില്ല. ആര് മത്സരിക്കണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. വയനാടിന് പുറമെ അമേഠിയിലും രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ അന്തരീക്ഷത്തിൽ സജീവമായി നിൽക്കുന്ന ഘട്ടത്തിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി പത്രിക നൽകുന്നു. പ്രിയങ്ക ഗാന്ധി പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ പത്രികാ സമർപ്പണം പൂർത്തിയാക്കുന്നു. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദീപക്, നടപടികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് തോന്നുന്നു അല്ലേ ദീപക്? ഈ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ഘട്ടത്തിൽ ബാങ്ക് ഡീറ്റെയിൽസ് നൽകുന്നതിന് അതിന്റെ നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ആദ്യം തന്നെ ഈ കെട്ടിവെക്കേണ്ട കാശ് നൽകലാണ് നടപടിക്രമം. അത് കഴിഞ്ഞ് ഈ പത്രികയിൽ ആരാണ് നിർദ്ദേശിച്ചത്, പിന്താങ്ങിയത്, അവരുടെ ക്രമ നമ്പർ വെച്ചുകൊണ്ട് പരിശോധന. അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്ഥാനാർത്ഥിയുടെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി നൽകുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഏതാണ്ട് പത്രികാ സമർപ്പണം പൂർത്തിയാകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയുടെ ആദ്യ വരവിൽ ആദ്യ ലാപ്പിൽ വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അത് വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുലിനെ മടുത്തു എന്ന പ്രചരണം വ്യാപകമായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു പ്രചരണത്തെ അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വലിയ റോഡ് ഷോ ആയിരുന്നു. ജനപങ്കാളിത്തം കൊണ്ടും റോഡ് ഷോ ശ്രദ്ധേയമായിരുന്നു. ചുരം കയറി വന്നവർ ഏറെ ഉണ്ടായിരുന്നു വയനാട്ടിലേക്ക്. കാരണം വയനാട് മണ്ഡലം കിടക്കുന്നത് കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഒക്കെ വ്യാപിച്ചാണ്. ചുരത്തിന് താഴെയുമുണ്ട് വയനാട് മണ്ഡലത്തിന്റെ പ്രദേശങ്ങൾ. അവിടെ നിന്നെല്ലാം എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്നത് രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, അബ്ബാസ് അലി തങ്ങൾ, ഇത്രയും പേർ കലക്ടർ ജില്ലാ ഭരണാധികാരിക്ക് മുൻപിൽ ഉള്ള ദൃശ്യങ്ങളാണ്. ഇതിനുശേഷം രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അദ്ദേഹം നേരത്തെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോൾ കേരളത്തിലെ CPM-നെയോ ഇടതുമുന്നണിയെയോ ഒന്നും പറയാതെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. വയനാടിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച്, പൊതുവിലുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഏതായാലും പത്രികാ സമർപ്പണം കഴിഞ്ഞ് രാഹുൽ ഗാന്ധി ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീപക് ധർമ്മടം, ഇന്ത്യാ സഖ്യത്തിൻ്റെ പ്രധാന നേതാവ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള മുഖ്യമന്ത്രിയുടെ ചോദ്യം. കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യമന്ത്രി സജീവമാകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു ഭാഗത്ത്, അതിനിടയിൽ തന്നെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഏറെ പുറത്തു വരുന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥി ആനി രാജ കൂടി പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്.